Hi all, welcome to Study with PSC. കൊല്ലം കണ്ണൂർ LDC എക്സാമിനേഷന്റെ മാത്സ് ആൻഡ് മെന്റലബിലിറ്റി പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ബഹുഭുജത്തിന്റെ പുറംകോണുകളുടെ തുക അതിന്റെ അകക്കോണുകളുടെ തുകയുടെ 2 മടങ്ങാണ് എങ്കിൽ ബഹുഭുജത്തിന് എത്ര വശങ്ങളുണ്ട്? സൊല്യൂഷൻ, ഒരു ബഹുഭുജം എന്ന് വെച്ചാൽ അതിന് 3 3-ൽ കൂടുതലോ വശങ്ങൾ ഉണ്ടായിരിക്കും. എക്സാമ്പിൾ ട്രയാങ്കിൾ, റെക്ടാങ്കിൾ, പെന്റഗൺ, ഹെക്സഗൺ, ഇതെല്ലാം ബഹുഭുജങ്ങൾ അല്ലെങ്കിൽ പോളിഗൺസ് ആണ്. എപ്പോഴും ഒരു ബഹുഭുജത്തിന്റെ പുറംകോണുകളുടെ തുക 360 ഡിഗ്രി ആയിരിക്കും. ട്രയാങ്കിളോ, റെക്ടാങ്കിളോ, പെന്റഗണോ, ഹെക്സഗണോ എന്ത് തന്നെ ആയാലും അതിന്റെ പുറംകോണുകളുടെ തുക എപ്പോഴും 360 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഇവിടെ ഒരു ബഹുഭുജത്തിന്റെ പുറംകോണുകളുടെ തുക അതിന്റെ അകക്കോണുകളുടെ തുകയുടെ 2 മടങ്ങാണ്. 360 ഡിഗ്രി ഈസ് ഈക്വൽ ടു അകക്കോണുകളുടെ തുകയെ എക്സ് ആയിട്ട് എടുത്താൽ 2x. 2x ഈസ് ഈക്വൽ ടു 360 ഡിഗ്രി എന്ന് പറയും. Therefore, x ഈസ് ഈക്വൽ ടു അകക്കോണുകളുടെ തുക x ഈസ് ഈക്വൽ ടു 360 ഡിഗ്രി ഡിവൈഡഡ് ബൈ 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. 180 ഡിഗ്രി ഉള്ളത് ഏതിനാ? ത്രികോണത്തിനല്ലേ 180 ഡിഗ്രി വരുന്നത്. ത്രികോണത്തിന് എത്ര വശങ്ങളുണ്ട്? 3 വശങ്ങളല്ലേ ഉള്ളത്. ഇതൊരു ത്രികോണം. എത്ര വശങ്ങളുണ്ട്? 1, 2, 3. അപ്പൊ ഇവിടെ ഓപ്ഷൻ ബി 3 ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, 12 വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിന്റെ അകക്കോണുകളുടെ തുക എത്ര? സൊല്യൂഷൻ, ഒരു ബഹുഭുജത്തിന്റെ അകക്കോണുകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് n-2 ഇൻറ്റു 180. n എന്ന് പറഞ്ഞാൽ വശങ്ങളുടെ എണ്ണമാണ്. അപ്പൊ n ഇവിടെ 12. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 12 മൈനസ് 2 ഇൻറ്റു 180, ദാറ്റ് ഈസ് ഈക്വൽ ടു 10 ഇൻറ്റു 180, ദാറ്റ് ഈസ് ഈക്വൽ ടു 1800. 1800. ഓപ്ഷൻ സി 1800 ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, 2, 5, 8 എന്ന ശ്രേണിയിലെ എത്രാമത്തെ പദത്തിന്റെ വർഗമാണ് 2500? സൊല്യൂഷൻ, 2, 5, 8 ഈ ശ്രേണിയിലെ എത്രാമത്തെ പദത്തിന്റെ വർഗമാണ് 2500? അപ്പൊ അതിനെ എക്സ് ആയിട്ട് എടുത്താൽ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 2500. Therefore, x is equal to root of 2500, 50. അപ്പൊ ഇവിടെ 2, 5, 8, 50. 50ന്റെ വർഗ്ഗമാണല്ലോ 2500. അപ്പൊ ഇവിടെ 50 വരും. അപ്പൊ ഇവിടെ 1-ാം പദം 2, 2-ാം പദം 5, 3-ാം പദം 8. അങ്ങനെയെങ്കിൽ ഈ 50 എന്നുള്ളത് എത്രാമത്തെ പദമായിട്ട് വരുമെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ഈ 1-ാം പദം, അതായത് ഫസ്റ്റ് പദം 2, ലാസ്റ്റ് പദം ഇവിടെ 50 ആണ്. ഫസ്റ്റ് പദം 2, ലാസ്റ്റ് പദം 50. അപ്പൊ ഇവിടെ എത്ര പദങ്ങൾ ഉണ്ടെന്ന് കണ്ടുപിടിച്ചാൽ അതായിരിക്കുമല്ലോ ഈ ലാസ്റ്റ് ടൈമിൽ വരുന്ന 50 അല്ലേ. അപ്പൊ പദങ്ങളുടെ എണ്ണം കണ്ടുപിടിച്ചാൽ മതി. ഈ സീരീസ് എങ്ങനെ പോകുന്നു നോക്കാം. ഇവിടെ 2, 5, 8, അതായത് 2, 3, 5, 5, 3, 8, 3 കൂട്ടിയാ പോകുന്നത്. അപ്പൊ ഇതൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷനാണ്. അതായത് ഒരു നിശ്ചിത നമ്പർ ആഡ് ചെയ്ത് പോവുകയാണെങ്കിൽ അത് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആയിരിക്കും. ഇവിടെ 3 കൂട്ടിയാണ് പോകുന്നത്. അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് n is equal to ലാസ്റ്റ് നമ്പർ മൈനസ് ഫസ്റ്റ് നമ്പർ ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് d പ്ലസ് 1. ഇതിലേക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. n is equal to ലാസ്റ്റ് നമ്പർ 50 മൈനസ് ഫസ്റ്റ് നമ്പർ 2 ഡിവൈഡഡ് ബൈ d കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് എന്ത് വരും? 5 മൈനസ് 2 3 ആണ്. 8 മൈനസ് 5 3 ആണ്. അപ്പൊ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം 3 പ്ലസ് 1. 50 മൈനസ് 2 48 ബൈ 3 പ്ലസ് 1. 48 ബൈ 3
16. 16 + 1 17. ഈ ശ്രേണിയിലെ 17ാമത് പദമാണ് 50. അപ്പൊ ഇവിടെ ആൻസർ 17 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, 8% വാർഷിക കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ 25,000 രൂപ നിക്ഷേപിച്ചാൽ 2 വർഷങ്ങൾക്ക് ശേഷം കിട്ടുന്ന പലിശ എത്ര? സൊല്യൂഷൻ. ഇതൊരു ട്രിക്ക് യൂസ് ചെയ്ത് ചെയ്യാം. അതിനായിട്ട് എത്ര വർഷമാണ് കൂട്ടുപലിശ കണ്ടുപിടിക്കേണ്ടത്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കുറച്ച് നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ അത് കാണാതെ പഠിക്കണ്ട, ഓർത്ത് വെക്കാനായിട്ടൊരു ക്ലൂ പറഞ്ഞുതരാം. ഇയർ, വർഷം. 1, 2, 3, 4, 5. ഒരു വർഷത്തെ കൂട്ടുപലിശയാണെങ്കിൽ ഒരു നമ്പർ കാണും, 2 വർഷത്തെ കൂട്ടുപലിശയാണെങ്കിൽ 2 നമ്പർ ഉണ്ടായിരിക്കും, 3 വർഷമാണെങ്കിൽ 3 നമ്പർ, 4 വർഷമാണെങ്കിൽ 4 നമ്പർ, 5 വർഷമാണെങ്കിൽ 5 നമ്പർ. അങ്ങനെ ഇത് വരുന്നത്. എപ്പോഴും ആദ്യം എഴുതേണ്ടത് ആ നമ്പർ തന്നെയായിരിക്കും, ലാസ്റ്റ് 1 വരും. അപ്പൊ ഇവിടെ ഒരു വർഷമാണെങ്കിൽ ഈ 1 ആയിരിക്കും, ഒരൊറ്റ നമ്പറേ ഉള്ളൂ. 2 വർഷത്തെ കൂട്ടുപലിശയ്ക്ക് 2 നമ്പേഴ്സ് കാണും, ആദ്യം ഈ 2 എഴുതുക, ലാസ്റ്റ് 1 എഴുതുക. അപ്പൊ ഇവിടെ 2 നമ്പറായി, 2 വർഷം 2 നമ്പേഴ്സേ ഉള്ളൂ. 3 വർഷമാകുമ്പോൾ 3 നമ്പേഴ്സ് ഉണ്ട്, ആദ്യം 3 എഴുതി, ലാസ്റ്റ് 1 എഴുതി. ഇപ്പൊ ഇവിടെ 2 നമ്പറായി, ഇനി ഒരു നമ്പറും കൂടെ വരും, അതെന്ന് പറയുന്നത് ഈ 2 1 3. അപ്പൊ 3-ാം വർഷത്തെ കൂട്ടുപലിശ കണക്കാക്കാൻ 3 3 1 എന്ന നമ്പറായി യൂസ് ചെയ്യേണ്ടത്. ഇനി 4 വർഷമാണെങ്കിൽ ആദ്യം 4 എഴുതി, ലാസ്റ്റ് 1 എഴുതി. ഇപ്പൊ 2 നമ്പറായി, ഇനി ഇടയ്ക്ക് ഒരു 2 നമ്പറും കൂടെ വരും, അതെന്ന് പറയുന്നത് 3 3 6, ഈ 3 1 4. അപ്പം 4 വർഷത്തെ കൂട്ടുപലിശയാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ 4 6 4 1 എന്ന നമ്പറായി യൂസ് ചെയ്യേണ്ടത്. 5 വർഷമാണെങ്കിൽ ആദ്യം 5 എഴുതി, ലാസ്റ്റ് 1 എഴുതി. 5 നമ്പേഴ്സ് കാണും, ഇപ്പൊ ഇവിടെ 2 നമ്പേഴ്സ് ഉണ്ട്, ഇനി 3 നമ്പേഴ്സും കൂടെ വരും. അപ്പൊ അതെന്ന് പറഞ്ഞാൽ 4 6 10, 6 4 10, 4 1 5. അപ്പൊ 5 വർഷത്തെ കൂട്ടുപലിശയാണെങ്കിൽ 5 10 10 5 1 എന്ന നമ്പറാണ് യൂസ് ചെയ്യേണ്ടത്. ഇതിങ്ങനെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി ഈ പ്രോബ്ലം ചെയ്യാം. ഇവിടെ പി 25,000, 6 8%, 100-ൽ 8, n വർഷം 2. 2 വർഷത്തെ കൂട്ടുപലിശ കണക്കാക്കുമ്പം ഈ 2 1 എന്ന നമ്പേഴ്സ് ആണ് യൂസ് ചെയ്യേണ്ടത്. 2 1. 2 വർഷത്തെ കൂട്ടുപലിശ കണക്കാക്കുമ്പം 2 സ്റ്റെപ്പ് ഉണ്ട്, 2 സ്റ്റെപ്പിലും ഓരോ വാല്യൂസ് കിട്ടും, അത് തമ്മിൽ കൂട്ടിയാൽ കൂട്ടുപലിശ കിട്ടും. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ 25,000 ഇൻറ്റു 100-ൽ 8 ഈസ് ഈക്വൽ ടു 250 ഇൻറ്റു 8 2000. സെക്കൻഡ് സ്റ്റെപ്പിൽ ഈ 2000 ഇങ്ങോട്ട് വരും, 2000 ഇൻറ്റു 100-ൽ 8. അപ്പൊ ദാ ഇവിടെ 20 ഇൻറ്റു 8 160. ഇനി ചെയ്യേണ്ടത് ഈ 2000-നെ ഈ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 2000 ഇൻറ്റു 2 4000. ഇനി ഈ 160-നെ ഈ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 160 ഇൻറ്റു 1 160. 4000-ഉം 160-ഉം തമ്മിൽ കൂട്ടുക. 4160 കൂട്ടുപലിശ. ഇനിയിപ്പോ ഇത് 3 വർഷത്തേക്കാ ചോദിച്ചെന്നിരിക്കട്ടെ, ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ. അങ്ങനെയാണെങ്കിൽ ദാ ഇവിടെ ഒരു സ്റ്റെപ്പ് കൂടെ വരും, 3-ാമത്. അപ്പൊ ദാ ഈ 160 ഇങ്ങനെ ഇങ്ങോട്ട് വരും, 160 ഇൻറ്റു 100-ൽ 8. അപ്പൊ ഇത് സോൾവ് ചെയ്യുമ്പോൾ ഒരു ഉത്തരം കിട്ടുമല്ലോ ഇവിടെ. എന്നിട്ട് ദാ ഈ 3 വർഷത്തെ കൂട്ടുപലിശ കാണാൻ 3 3 1 എന്ന നമ്പേഴ്സാണ് യൂസ് ചെയ്യേണ്ടത്. ആദ്യം ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇവിടെ വീണ്ടും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇവിടെ ദാ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് ആ 3 വാല്യൂസും തമ്മിൽ കൂട്ടിയെടുക്കുന്നതായിരിക്കും കൂട്ടുപലിശ. അങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ, 2ഉം 2-ൽ 1 സ്ക്വയർ മൈനസ് 1ഉം 2-ൽ 1 സ്ക്വയർ ഈസ് ഈക്വൽ ടു എത്ര? സൊല്യൂഷൻ. 2ഉം 2-ൽ 1 എന്ന് പറയുമ്പോൾ 2.5. 2.5 സ്ക്വയർ മൈനസ് 1ഉം 2-ൽ 1 എന്ന് പറയുന്നത് 1.5. 1.5 സ്ക്വയർ.
അപ്പോൾ 2.5 സ്ക്വയർ മൈനസ് 1.5 സ്ക്വയർ. 2.5 സ്ക്വയർ എന്ന് പറയുമ്പോൾ 25ന്റെ സ്ക്വയർ 625. അപ്പോൾ 2.5ന്റെ സ്ക്വയർ ആകുമ്പോൾ 6.25 മൈനസ് 1.5ന്റെ സ്ക്വയർ 15ന്റെ സ്ക്വയർ 225 അപ്പോൾ 1.5ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ അത് 2.25. 6.25 മൈനസ് 2.25 ഈസ് ഈക്വൽ ടു 4. 4 ആൻസർ. ഇനി ഇത് വേറൊരു രീതിയിലും ചെയ്യാം. ഇതൊരു മിക്സഡ് ഫ്രാക്ഷൻ ആണല്ലോ, അതിനെ പ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറ്റുക. അപ്പോൾ എങ്ങനെ വരും? 2ഉം 2 എന്ന് പറയുമ്പോൾ 2 2 4 4 1 5 5/2 സ്ക്വയർ മൈനസ് 1ഉം 2 ആകുമ്പോൾ 2 1 2 2 1 3 അപ്പം 3/2 സ്ക്വയർ ഈസ് ഈക്വൽ ടു 5ന്റെ സ്ക്വയർ 25, 2ന്റെ സ്ക്വയർ 4 അപ്പോൾ 25/4 മൈനസ് 3ന്റെ സ്ക്വയർ 9, 2ന്റെ സ്ക്വയർ 4 അപ്പം 9/4 ദാറ്റ് ഈസ് ഈക്വൽ ടു 25 മൈനസ് 9 16 16/4 4 വരും. 4 ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ 1 × 2 2 × 3 3 × 4 എന്ന ശ്രേണിയിലെ ആദ്യത്തെ 10 പദങ്ങളുടെ തുക. സൊല്യൂഷൻ. ഈ സീരീസ് എങ്ങനെ പോകുന്നത് നോക്കാം. ഇവിടെ 1 × 2 1ന്റെ തൊട്ടടുത്ത സംഖ്യയായ 2 കൊണ്ട് 1നെ മൾട്ടിപ്ലൈ ചെയ്തു. പിന്നെന്താ ഈ 2 ഇങ്ങനെ ഇങ്ങോട്ട് വന്നു. 2ന്റെ തൊട്ടടുത്ത സംഖ്യയായ 3 കൊണ്ട് 2നെ മൾട്ടിപ്ലൈ ചെയ്തു. പിന്നെന്താ ഈ 3 ഇങ്ങനെ ഇങ്ങോട്ട് വന്നു. 3ന്റെ തൊട്ടടുത്ത സംഖ്യയായ 4 കൊണ്ട് 3നെ മൾട്ടിപ്ലൈ ചെയ്തു. ഇങ്ങനെ ഇത് പോകുന്നത്. ഇങ്ങനെയുള്ള സീരീസിന്റെ പദങ്ങളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് S = n × n+1 × n+2 ഡിവൈഡഡ് ബൈ 3. ഈ ഫോർമുല യൂസ് ചെയ്താൽ ഇതിലെ പദങ്ങളുടെ തുക കിട്ടും. n എന്ന് പറയുന്നത് എത്ര പദങ്ങളുണ്ടെന്നാണ്. അപ്പോൾ ഇവിടെ 10 പദങ്ങളുടെ തുകയാണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് ഇവിടെ n എന്ന് പറയുന്നത് 10. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സം ഈസ് ഈക്വൽ ടു 10 × 10 + 1 × 10 + 2 ഡിവൈഡഡ് ബൈ 3. 10 × 11 × 12 ഡിവൈഡഡ് ബൈ 3. 3 4 12. 11 4 44 × 10 440 ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ഒരു ചതുർഭുജത്തിലെ കോണളവുകൾ 1:2:3:4 ആയാൽ വലിയ കോൺ എത്ര? സൊല്യൂഷൻ. ചതുർഭുജം എന്ന് വെച്ചാൽ 4 വശങ്ങളുള്ള ഒരു രൂപമാണ് ചതുർഭുജം. അതിലെ കോണളവുകളുടെ തുക എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. അപ്പൊ ഇവിടെ കോണളവുകളുടെ റേഷ്യോ തന്നിട്ടുണ്ട് 1:2:3:4. വലിയ കോൺ ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ വലിയ കോൺ ഈസ് ഈക്വൽ ടു 360 ഇൻറ്റു റേഷ്യോയിൽ വലുത്. അതാണ് വലിയ കോണിന്റെ അളവ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നത്. അത് ന്യൂമറേറ്ററിൽ എഴുതുക, ഡിവൈഡഡ് ബൈ ഈ റേഷ്യോസ് എല്ലാം തന്നെ ആഡ് ചെയ്യുക. 1 2 3 3 3 6 4 10 ദാറ്റ് ഈസ് ഈക്വൽ ടു 36 × 4 144. 144 ഡിഗ്രിയാണ് വലിയ കോണിന്റെ അളവ്. ഇനിയിപ്പോൾ ചെറിയ കോണിന്റെ അളവ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ 360 ഇൻറ്റു ചെറിയ നമ്പർ അതായത് 1 ഡിവൈഡ് ബൈ 10 എടുത്താൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ ഒരു സംഖ്യയോട് 1 കൂട്ടിയതിന്റെ വർഗമൂലത്തിന്റെ വർഗമൂലം 3 ആയാൽ സംഖ്യ എത്ര? സൊല്യൂഷൻ. ഒരു സംഖ്യ അതിനെ x ആയിട്ട് എടുത്തു. 1 കൂട്ടി x + 1. ഒരു സംഖ്യയോട് 1 കൂട്ടിയതിന്റെ വർഗമൂലത്തിന്റെ വർഗമൂലം. വർഗമൂലം എന്ന് വെച്ചാൽ റൂട്ട് എടുക്കുക. അപ്പൊ x + 1ന്റെ റൂട്ടിന്റെ റൂട്ട് വർഗമൂലത്തിന്റെ വർഗമൂലം 3 ഈസ് ഈക്വൽ ടു 3. അപ്പം ഡബിൾ റൂട്ട് ഓഫ് x + 1 ഈസ് ഈക്വൽ ടു 3. ഇതാണ് തന്നിരിക്കുന്ന കണ്ടീഷൻ. ഇതിനകത്തുനിന്ന് സംഖ്യ കണ്ടുപിടിക്കണം, അതായത് ഈ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതിനായിട്ട് റൂട്ട് മാറ്റണം.
റൂട്ട് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് ആണ്. റൂട്ട് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് ആണ്. അപ്പൊ ഇവിടെ 2 റൂട്ട് ഉണ്ട്. അപ്പൊ 2 പ്രാവശ്യം ഇതിനെ സ്ക്വയർ ചെയ്താൽ റൂട്ട് മാറി കിട്ടും. അപ്പൊ ഇവിടെ ആദ്യം ഒരു പ്രാവശ്യം സ്ക്വയർ ചെയ്തു. അപ്പം ഒരു റൂട്ട് മാറി. റൂട്ട് ഓഫ് എക്സ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു, ഇത് LHS ആണ്. LHSൽ എന്ത് ചെയ്താലും അത് RHSലും ചെയ്യണം. അപ്പൊ ഇവിടെ സ്ക്വയർ ചെയ്യുക ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇപ്പുറത്തും സ്ക്വയർ ചെയ്യണം. അപ്പൊ ഇവിടെ 3 ആണുള്ളത് RHSൽ. അപ്പൊ 3യുടെ സ്ക്വയർ എന്ന് പറയുന്നത് 9 വരും. ഇനി ഈ റൂട്ടും കൂടെ മാറ്റണം. അപ്പൊ വീണ്ടും സ്ക്വയർ ചെയ്യുക. റൂട്ട് ഓഫ് എക്സ് പ്ലസ് 1നെ സ്ക്വയർ ചെയ്യുമ്പോൾ എക്സ് പ്ലസ് 1 ആയി. അപ്പൊ ഇവിടെ 9ന്റെ സ്ക്വയർ, 9നെ സ്ക്വയർ ചെയ്യുമ്പോൾ 81. therefore എക്സ് ഈസ് ഈക്വൽ ടു 81 മൈനസ് 1, 80. 80 ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വൃത്തസ്തൂപികയുടെ ആരം 2 മടങ്ങും ഉന്നതി 3 മടങ്ങും വർദ്ധിപ്പിച്ചാൽ വ്യാപ്തം എത്ര മടങ്ങായി വർദ്ധിക്കും? സൊല്യൂഷൻ. ആദ്യം മടങ്ങിന്റെ കോൺസെപ്റ്റ് ഒന്ന് പറയാം. 2ന്റെ എത്ര മടങ്ങാണ് 6 എന്ന് ചോദിച്ചാൽ 2 ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു 6. എക്സ് ആണ് മടങ്ങ്. അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു 6/2 3. 2ന്റെ 3 മടങ്ങാണ് 6. അതായത് ഈ 2 3 പ്രാവശ്യം എഴുതി കൂട്ടിയാൽ 6 കിട്ടും. അപ്പൊ 2ന്റെ 3 മടങ്ങാണ് 6. അതായത് 6നെ 2 കൊണ്ട് ഹരിച്ചാൽ മടങ്ങ് കിട്ടും. അപ്പൊ ഇവിടുത്തെ ചോദ്യം, ഒരു വൃത്തസ്തൂപികയുടെ ആരം 2 മടങ്ങും ഉന്നതി 3 മടങ്ങും വർദ്ധിപ്പിച്ചാൽ വ്യാപ്തം എത്ര മടങ്ങായി വർദ്ധിക്കും? വൃത്തസ്തൂപികയുടെ വ്യാപ്തം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് V is equal to 1/3 pi r square h. ഇവിടെ ആരം 2 മടങ്ങ് വർദ്ധിപ്പിച്ചു. അതായത് റേഡിയസ് 2 മടങ്ങായിട്ടും ഉന്നതി എന്ന് പറഞ്ഞാൽ ഹൈറ്റ് 3 മടങ്ങായി വർദ്ധിപ്പിച്ചാൽ വ്യാപ്തം എത്ര മടങ്ങ് വർദ്ധിക്കും? അപ്പൊ ഇവിടെ ഈ വ്യാപ്തത്തെ V1 ആയിട്ട് കൊടുത്തു. ഇനി അടുത്ത വോളിയം V2 ആയിട്ട് കൊടുക്കാം, വർദ്ധിപ്പിച്ചത്. അപ്പൊ V2 ഈസ് ഈക്വൽ ടു 1/3 പൈ റേഡിയസ് 2 മടങ്ങ്. അപ്പൊ 2r സ്ക്വയർ ഇൻറ്റു h 3 മടങ്ങ്. അപ്പൊ 3h ഈസ് ഈക്വൽ ടു 1/3 പൈ 4r സ്ക്വയർ ഇൻറ്റു 3h. 3യും 3യും വെട്ടിപ്പോയി. 4 pi r square h. V2 is equal to 4 pi r square h. അപ്പൊ V1ന്റെ എത്ര മടങ്ങാണ് V2 എന്ന് ചോദിച്ചാൽ V1 into x is equal to V2. V1ന്റെ എത്ര മടങ്ങാണ് V2? therefore x is equal to V2/V1 എടുത്താൽ മതി. അപ്പൊ x is equal to V2 ഇവിടെ 4 pi r square h divided by V1 1/3 pi r square h. That is equal to 4 pi r square h into 3 divided by pi r square h. pi r square h വെട്ടിപ്പോയി. 4 into 3 12. V1ന്റെ 12 മടങ്ങാണ് V2. 12 ആണ് ആൻസർ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ ചാപം ACBയുടെ അളവ് 260 ഡിഗ്രി ആയാൽ ആംഗിൾ ACBയുടെ അളവ് എത്ര? സൊല്യൂഷൻ. ഈ ഫിഗറിൽ നോക്കിക്കേ, ഇതാണ് ആംഗിൾ ACB. ഈ ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ആംഗിൾ എന്ന് പറയുന്നത് ഈ ആംഗിളിന്റെ പകുതിയായിരിക്കും. ഈ ആംഗിൾ എന്ന് പറയുന്നത് ഈ വൃത്തത്തിന്റെ കേന്ദ്ര കോണാണ്. ഇതിന്റെ പകുതിയായിരിക്കും ഇവിടെ വരുന്ന ആംഗിൾ. അതായത് ഒരു വൃത്തത്തിലെ കേന്ദ്ര കോണിന്റെ അളവിന്റെ പകുതിയായിരിക്കും ചാപത്തിലെ കോണിന്റെ അളവ്. ആംഗിൾ ACB എന്നുള്ളത് ഈ ചാപത്തിലെ കോണാണ്. ഈ വൃത്ത കേന്ദ്രത്തിലെ കോണാണ് ആംഗിൾ AOB. അപ്പൊ ഇതിന്റെ പകുതിയായിരിക്കും ഇത്. അപ്പൊ നമുക്ക് ആദ്യം ആംഗിൾ AOB കണ്ടുപിടിക്കാം. ആംഗിൾ AOB കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ ചാപം ACB 260 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. ചാപം ACB എന്ന് പറയുമ്പോൾ ഇത് ഇത്രയും എന്ന് പറയുമ്പോൾ ഈ ഒരു ആംഗിൾ ആണ് 260 ഡിഗ്രി.
സർക്കിൾ മുഴുവൻ 360 ഡിഗ്രി ആണല്ലോ. ഇത്രയും 260 ഡിഗ്രി ആകുമ്പോൾ ഈ ഒരു ആംഗിൾ എന്ന് പറയുമ്പോൾ എത്ര വരും? 360 ഡിഗ്രി മൈനസ് 260, 100 ഡിഗ്രി വരും. അതായത് ഈ ചാപം APB ആണ് ഇതാ ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് 100 ഡിഗ്രിയാണ്. ഇതെന്ന് പറയുന്നത് ചാപം APB ആണ്. ചാപം ACB പ്ലസ് ചാപം APB എന്ന് പറയുമ്പോൾ 360 ഡിഗ്രിയാണ്. അപ്പം ചാപം ACB 260 ഡിഗ്രി ആകുമ്പോൾ ചാപം APB 360 നിന്ന് 260 കുറച്ചു, 100 ഡിഗ്രി കിട്ടി. ചാപം APB എന്ന് പറയുന്നതാണ് ഇതാ ഈ ഒരു ആംഗിൾ. ഈ ആംഗിളിന്റെ പകുതി ആയിരിക്കും ഈ ആംഗിൾ. അപ്പൊ ഇവിടെ 100/2 50 ഡിഗ്രി ആയിരിക്കും ആൻസർ. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്